നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ദുർഗയുടെയും കാളിയുടെയും പെയിന്റിങ്ങിന്റെ കളറിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ദേവിയുടെ രണ്ട് ഭാവങ്ങളായിട്ടാണ് ഈ പെയിന്റിങ്ങിൽ ചെയ്തിട്ടുള്ളത്. പകുതി ശാന്ത സ്വഭാവമുള്ള ദുർഗയുടെ രൂപവും പകുതി രൗദ്ര സ്വഭാവത്തിലുള്ള കാളിയുടെ രൂപവുമാണ്. ഇതിൻ്റെ സ്കെച്ചിങ് കാണാത്തവർ തീർച്ചയായും കഴിഞ്ഞ വീഡിയോ കാണുക. ആ വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണണം. വളരെ പണ്ടുകാലത്ത് സുരഥൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം പ്രജകളെ തൻ്റെ മക്കളെ പോലെയാണ് കരുതിയിരുന്നത്. ഒരിക്കൽ സുരഥന് മറ്റു രാജാക്കന്മാരുമായി യുദ്ധം ചെയ്യേണ്ടതായി വന്നു. രാജാവിൻ്റെ സൈന്യം വളരെ വലുതായിരുന്നിട്ടും അദ്ദേഹം ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അദ്ദേഹം ഭരിച്ചിരുന്ന രാജ്യത്ത് രാജാവിൻ്റെ അത്യാഗ്രഹികളും ദുഷ്ടന്മാരുമായിരുന്ന മന്ത്രിമാർ ശത്രുക്കളുമായി കൈകോർത്ത് അവർ ചതിയിലൂടെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് രാജ്യവും ഭരണവുമെല്ലാം തട്ടിയെടുത്തു. അത് രാജാ സുരഥന് വലിയ ദുഃഖമുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നുപോയി. അദ്ദേഹം തൻ്റെ ഭാര്യയെയും മക്കളെയും ആ നഗരത്തിൽ തന്നെ ഉപേക്ഷിച്ച് ഒരു കുതിരപ്പുറത്ത് കയറി വേട്ടയാടനെന്ന വ്യാജേന കാട്ടിലേക്ക് പോയി. ആ വനത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ അദ്ദേഹം മേധസ് എന്നു പേരുള്ള ഒരു മുനിയുടെ ആശ്രമത്തിലെത്തി. മുനി രാജാവിനെ ആദരവോടെ സ്വീകരിക്കുകയും താമസിക്കാൻ ഒരു കുടിൽ നൽകുകയും ചെയ്തു. രാജാവ് ആ ആശ്രമത്തിൽ താമസിക്കാൻ ആരംഭിച്ചു. ഇതേ സമയം മറ്റൊരു പ്രദേശത്ത് സമാധി എന്നു പേരുള്ള ഒരു വ്യാപാരി താമസിച്ചിരുന്നു. അദ്ദേഹം ധനികനായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. അദ്ദേഹത്തിന് ധർമ്മത്തിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹം ദുഃഖിച്ചിരിക്കുന്നവരെ സഹായിക്കുകയും അവരുടെ വേദനകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം വളരെ സത്യസന്ധനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും വളരെ അത്യാഗ്രഹികളായിരുന്നു. ധനത്തോടുള്ള ആർത്തി കാരണം അവർ സമാധിയെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഈ ചതിയിൽ മനംനൊന്ത് സമാധി നാടുപേക്ഷിച്ച് രാജാ സുരഥൻ താമസിക്കുന്ന ഘോരവനത്തിലേക്ക് വന്നു. അലഞ്ഞു തിരിഞ്ഞ അദ്ദേഹം രാജാവ് താമസിച്ചിരുന്ന അതേ മുനിയുടെ ആശ്രമത്തിൽ തന്നെ താമസിക്കാൻ തുടങ്ങി. ആശ്രമത്തിൽ താമസിക്കുമ്പോഴും സമാധിക്ക് തൻ്റെ ഭാര്യയെയും മക്കളെയും കുറിച്ചായിരുന്നു ചിന്ത മുഴുവൻ. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, അവർ ദുഃഖത്തിലാകുമോ എന്നതെല്ലാമായിരുന്നു അയാളുടെ ചിന്ത. ഒരു ദിവസം രാജാ സുരഥൻ ഒരു മരച്ചുവട്ടിലിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തൻ്റെ രാജ്യം ഇപ്പോൾ എങ്ങനെയുണ്ടാവും എന്ന ചിന്ത ആയിരുന്നു. അപ്പോഴാണ് സമാധി അവിടേക്ക് വന്നത്. രാജാവ് അദ്ദേഹത്തോട് നീ ആരാണെന്നും എന്തിനാണ് നീ ഈ ആശ്രമത്തിൽ താമസിക്കുന്നത് എന്നും ചോദിച്ചു. സമാധി തൻ്റെ അവസ്ഥ രാജാവിനോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ഇതൊരു വലിയ അത്ഭുതം തന്നെ. ധനത്തിൻ്റെ ആർത്തിയിൽ നിന്നെ വീട്ടിൽ നിന്നും പുറത്താക്കിയവരെ ഓർത്ത് ഇത്രയധികം വേദനയും ചിന്തയും നിനക്കുണ്ട്. എൻ്റെ അവസ്ഥയും ഇതുതന്നെയാണ്. എൻ്റേതല്ലാത്ത ആ രാജ്യത്തെക്കുറിച്ച് എൻ്റെ മനസ്സ് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അവസാനം അവർ തങ്ങളുടെ അവസ്ഥയുടെ പരിഹാരം മുനിയോട് തന്നെ ചോദിക്കാൻ തീരുമാനിച്ചു. അവർ രണ്ടുപേരും മുനിയുടെ അടുത്തെത്തി തങ്ങളുടെ ദുഃഖത്തിൻ്റെ കാരണം ചോദിച്ചു. അപ്പോൾ മുനി അവരോട് പറഞ്ഞു, ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും ഭഗവതി മഹാമായയുടെ മായയിൽ മോഹിതരാണ്. ആഗ്രഹം കൊണ്ടാണ് എല്ലാ ജീവികളും സ്നേഹബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. പിന്നീട് മുനി അവർക്ക് ആദിപരാശക്തിയുടെ കഥയും ദേവിയുടെ കൈകളാൽ വധിക്കപ്പെട്ട രാക്ഷസന്മാരുടെ കഥയും വിവരിച്ചു കൊടുത്തു. ഈ കഥയാണ് ശ്രീ ദുർഗാ സപ്തശതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനെ ദേവി മഹാത്മ്യം എന്നും ചണ്ഡികാ പാഠം എന്നും പറയുന്നു. ഇത് ഹൈന്ദവരുടെ ശക്തവും പ്രധാനപ്പെട്ടതുമായ ഒരു ഗ്രന്ഥമാണ്. ഇത് മാർക്കണ്ഡേയ പുരാണത്തിന്റെ ഒരു ഭാഗമാണ്. ഇതിലാകെ 13 അധ്യായങ്ങളും 700 ശ്ലോകങ്ങളും ഉണ്ട്.
ഈ ഗ്രന്ഥം ഭഗവതി ദേവിയുടെ മഹിമ, അവരുടെ വിവിധ രൂപങ്ങൾ, രാക്ഷസന്മാരുടെ മേലുള്ള അവരുടെ വിജയം എന്നിങ്ങനെ കഥകൾ പറയുന്നു. ഇതിൽ വളരെ ആഴത്തിലുള്ള അറിവ് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് മനുഷ്യനെ ഈ ലോകത്തിലും ഈശ്വരന്റെ പാതയിലും മുന്നോട്ട് നയിക്കുന്നു. മഹർഷി മേധസ് പറഞ്ഞു, രാജാവേ, ഭഗവതി ദേവി മിഥ്യയാണെങ്കിലും വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ലോകത്തെ പരിപാലിക്കുന്നു. അവർ തന്നെയാണ് ഈ വിശ്വത്തെ മോഹിപ്പിക്കുന്നത്. അവരാണ് സൃഷ്ടിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ സംതൃപ്തരായി ജ്ഞാനവും സമൃദ്ധിയും നൽകുന്നതും അവർ തന്നെയാണ്. ഏത് മനുഷ്യനാണോ ദേവിയുടെ ഈ മാഹാത്മ്യം ഭക്തിപൂർവം പാരായണം ചെയ്യുന്നത്, അവൻ എല്ലാ ആപത്തുകളിൽ നിന്നും മുക്തനാകുകയും ധനധാന്യങ്ങളും പുത്രന്മാരും കൊണ്ട് സമ്പന്നനാകുകയും ചെയ്യും. ഈ മാഹാത്മ്യം കേൾക്കുന്നവന്റെ ശത്രുക്കൾ നശിക്കുന്നു. അവന്റെ കുടുംബം ആനന്ദിക്കുന്നു. എല്ലാ വിഘ്നങ്ങൾ നശിക്കുകയും ഗ്രഹപീഡകൾ മാറുകയും ചെയ്യും. രാജാവിൻ്റെയും വൈശ്യന്റെയും മനസ്സിൽ ദേവിയോടുള്ള ഭക്തിയുണർന്നു. അവർ രണ്ടുപേരും മേധസ്സു മുനിയിൽ നിന്ന് ദേവിയുടെ പൂജാവിധിയും മന്ത്രങ്ങളും പഠിച്ച് അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ കാട്ടിൽ പോയി ഭഗവതിയെ ആരാധിക്കാൻ തുടങ്ങി. ഒരു വർഷം മുഴുവൻ അവർ ദേവിയുടെ മന്ത്രം ജപിക്കുകയും പഴങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു. രണ്ടാം വർഷം അവർ ഉണങ്ങിയ ഇലകൾ മാത്രം കഴിച്ച് ദേവിയെ പൂജിക്കുകയും മന്ത്രം ജപിക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ദേവി സ്വപ്നത്തിൽ ദർശനം നൽകി. മൂന്നാം വർഷം വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് അവർ ദേവിയെ ഉപാസിച്ചു. ഇങ്ങനെ 3 വർഷം രാജാവും വൈശ്യനും ദേവിയെ ഉപാസിച്ചതിന്റെ ഭാഗമായി ദേവി അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവി പറഞ്ഞു, രാജാവേ, നിങ്ങൾ വേഗം തന്നെ തൻ്റെ ശത്രുക്കളെ വധിച്ച് രാജ്യം വീണ്ടെടുക്കും. നിന്റെ രാജ്യം സ്ഥിരമായിരിക്കും. മരണശേഷം നീ സൂര്യദേവന്റെ അംശത്തിൽ ജനിച്ച് മനു എന്ന് പുനർജനിച്ച് ഈ ഭൂമിയിൽ പ്രശസ്തനാവും. വൈശ്യശ്രേഷ്ഠന് മോക്ഷത്തിനുള്ള ജ്ഞാനവും ദേവി നൽകി. അങ്ങനെ 2 പേർക്കും ഇഷ്ടവരം നൽകി അംബികാദേവി അപ്രത്യക്ഷയായി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ചിത്രകല ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മടിക്കരുത്. നന്ദി, നമസ്കാരം. താങ്ക് യു.